ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നാം സ്വാഗതം ചെയ്യുവാൻ പോകുന്ന പുതിയ വർഷത്തിൻ്റെയും നന്മകളും മംഗളങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഏറ്റവും വലിയ സുവിശേഷ സംഗമവേദിയായ പുത്തൻകുരിശ് കൺവെൻഷൻ്റെ 27ാമത് യോഗത്തിൽ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പരിമിതമായ വിജ്ഞാനത്തിലും അറിവിലും ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ പങ്കുവയ്ക്കുവാൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ്റെ ചിന്താവിഷയമായി ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ചിന്താവിഷയം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. ആ വാക്യത്തോട് ചേർന്ന് തൊട്ടു മുമ്പുള്ള 2 വാക്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയ്ക്കായി സമർപ്പിച്ച് വായിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഇതും നിങ്ങൾ അറിയണം, ഇനിയും നാം നമ്മുടെ നിദ്രയിൽ നിന്ന് ഉണരുവാനുള്ള കാലവും സമയവുമായി നാം വിശ്വസിച്ചിരുന്നപ്പോഴത്തേക്കാൾ അധികമായി നമ്മുടെ രക്ഷ നമ്മോടടുത്തിരിക്കുന്നു. 12-ാമത്തെ വാക്യം. രാത്രി കഴിഞ്ഞുപോയി, പകലടുത്തിരിക്കുന്നു. ആകയാൽ നാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്നും നീക്കി വച്ചിട്ട് പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കണം. പകൽ സമയത്തെന്നതുപോലെ നാം മര്യാദയായി നടക്കണം. വെറിക്കൂത്തുകളിലും മദ്യലഹരിയിലും അശുദ്ധ ശയനങ്ങളിലും അസൂയയിലും തർക്കത്തിലുമല്ല, പിന്നെയോ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ ധരിക്കണം. മോഹങ്ങൾ ജനിക്കുമാർ നിങ്ങളുടെ ജഡത്തിൻ്റേത് ശ്രദ്ധിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം വിശ്വാസികളെല്ലാവരും കർത്താവിൻ്റെ 2ാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള തീക്ഷ്ണമായ വിശ്വാസമാണ് അവരെ ഭരിച്ചിരുന്നത്. ഇമ്മനൻ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ഇമ്മനൻ പരൂസിയ, 2ാമത്തെ വരവ് ഉടനെ ഉണ്ട് എന്നുള്ള തീക്ഷ്ണമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് അതുകൊണ്ട് കാലമടുത്തിരിക്കുന്നു, രക്ഷ സമീപിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം മനസ്സിലുണ്ടായിരുന്നു. 2ാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളായി ചില കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ ഉണരുവാനുള്ള ആഹ്വാനത്തോടു കൂടി ഈ ഭാഗം ആരംഭിക്കുന്നത്. നാം വിചാരിച്ചിരുന്നതിനേക്കാൾ അധികമായി നമ്മുടെ രക്ഷ നമ്മോട് അടുത്തിരിക്കുന്നു, അവൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ ഉണരുവിൻ. കർത്താവായ യേശുവിനെ ധരിക്കുവാനുള്ള ആഹ്വാനം ഉറങ്ങുന്നവർക്കല്ല, ഉണർന്നിരിക്കുന്നവർക്കാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നടക്കുവാനുള്ള ആഹ്വാനമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത്. വെറിക്കൂത്ത്, മദ്യലഹരി, അശുദ്ധശയനങ്ങൾ, അസൂയ, തർക്കങ്ങൾ, കലഹങ്ങൾ, ഷണ്ഠകളൊക്കെ ആ കാലത്ത് പെരുകിയിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച്
പ്രകാശത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാനും പൗലോസ് അപ്പോസ്തലൻ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. ഈ വാക്യത്തിന് നമ്മുടെ കാലത്തെ പ്രസക്തി എന്താണ്? വരവടുത്തിരിക്കുന്നുവെന്ന് സൂചനകൾ നൽകുന്ന കാലികമായ അടയാളങ്ങൾ നമ്മുടെ മുമ്പിലുമുണ്ട്. വെറിക്കൂത്തുകളും മദ്യലഹരികളും അശുദ്ധ ശയനങ്ങളും അസൂയയും തർക്കങ്ങളും കലഹങ്ങളും ശണ്ഠകളുമൊക്കെ ആ കാലത്ത് മാത്രമായിരുന്നില്ല, ഇപ്പോഴും സജീവമാണ്. അതിലും മോശമാണ് ഇന്നത്തെ കാലം. അടുത്തിടയ്ക്ക് എല്ലാവരും ടി വിയിൽ ടെലിവിഷനിൽ കണ്ടില്ലേ, സ്വന്തം അമ്മയുടെ ഓർമ്മ അല്പം മാറിപ്പോയപ്പോൾ, ഓർമ്മ നശിച്ചപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് അമ്മയെ ഒരു അധികപ്പറ്റായി കണ്ട് ചൂലെടുത്ത് അമ്മയെ മർദ്ദിക്കുന്ന ഒരു മകളുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ ടി വിയിൽ? ആശിച്ചതൊന്നും അമ്മയുടെ പക്കൽ നിന്ന് കിട്ടാത്ത മറ്റേ മക്കൾ അത് വീഡിയോയിലെടുത്ത് നമ്മളെ കാണിച്ചില്ലേ? ഈ കാലത്തിൻ്റെ ചില അടയാളങ്ങളാണ്. സ്വന്തം മക്കളെ മാംസ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന മാതാപിതാക്കന്മാരെ വർത്തമാന പത്രങ്ങളും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നില്ലേ? കാലമെടുത്തിരിക്കുന്നു. ഞാനും നിങ്ങളും വിചാരിക്കുന്നതിനേക്കാൾ നമ്മുടെ രക്ഷ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉറക്കത്തിൽ ഉണരണം, കർത്താവിനെ ധരിക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മൾ നടക്കണം. അന്ധകാരത്തിലിരുന്ന ജനത്തിന് ഒരു പ്രകാശം ഉദിച്ചു. അതിൻ്റെ പെരുന്നാൾ നാം ആഘോഷിച്ച ഈ വേളയിൽ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ഉള്ളിൽ ധരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ രാത്രി ചോദിക്കണം. ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു എക്യൂമെനിക്കൽ ക്രിസ്മസ് കാരൽ സർവീസിൽ സംബന്ധിച്ചപ്പോൾ സാൽവേഷൻ ആർമിയുടെ മനോഹരമായ ഒരു കാരൽ സോങ്, ക്രിസ്മസ് കരോൾ സോങ് ഗാനം കേൾക്കുവാൻ ഇടവന്നു. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിപ്രകാരമായിരുന്നു: അർദ്ധരാത്രിയിൽ സൂര്യോദയം, സൺറൈസ് അറ്റ് മിഡ് നൈറ്റ്. എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയല്ലത്. അർദ്ധരാത്രിയിൽ സൂര്യോദയമോ? ക്യാൻ ഇറ്റ് ഹാപ്പൻ? ക്യാൻ ദിസ് ബി എ റിയാലിറ്റി? ശാസ്ത്രത്തിന് യുക്തിക്ക് മനസ്സിലാകാത്ത ഒന്നാണ് രാത്രിയിൽ സൂര്യൻ ഉദിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും സംഭവിക്കാത്തൊരു യാഥാർത്ഥ്യം. പക്ഷെ ചരിത്രത്തിൽ ഒരിക്കൽ ഒരു രാത്രിയിൽ സൂര്യൻ ഉദിച്ചു. അതുപോലെ പ്രകാശമയമായ ഒരു സൂര്യനും ഒരു സൂര്യോദയവും ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഒരർദ്ധരാത്രിയിൽ നീതിയുടെ സൂര്യനായ യേശു ക്രിസ്തു പിറവിയെടുത്തു. ആ സൂര്യോദയം പോലെ ലോകത്തിന് പ്രകാശം നൽകിയ മറ്റൊരു സൂര്യോദയം ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അർദ്ധരാത്രിയിലെ സൂര്യോദയം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. സാധാരണ അർദ്ധരാത്രിയിൽ നടക്കുന്നതൊക്കെ ദുരന്തങ്ങളാണ്. അർദ്ധരാത്രിയിലാണ് നമ്മുടെ നാട്ടിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്നത്. ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ അനർത്ഥങ്ങളും ദുരന്തങ്ങളുമൊക്കെ ധാരാളം സംഭവിക്കാറുണ്ട്. പക്ഷെ അന്ന് 2016 വർഷങ്ങൾക്കപ്പുറത്ത് ബേത്ലഹേമിൽ ചരിത്രത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ഒരു സൂര്യൻ ഉദിച്ചു. ആ സൂര്യൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ആ യേശുക്രിസ്തുവിനെ ധരിക്കുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിനെ ധരിച്ചാണോ ഞാനും നിങ്ങളും ക്രിസ്മസ് ആഘോഷിച്ചത്? ക്രിസ്തുവിനെ ഉള്ളിൽ ധരിച്ചാണോ ഈ വർഷത്തെ ക്രിസ്മസ് നാം ആചരിച്ചത്? ഈ സുവിശേഷ പന്തലിലേക്ക് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണോ നാം കടന്നു വന്നിരിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ മനോഹരമായ വസ്ത്രങ്ങളുണ്ട്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മനോഹരമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തു എന്ന തിരുവസ്ത്രമുണ്ടോ? ഇല്ല എങ്കിൽ പുറം മോടികളൊക്കെ ബാഹ്യമായ മോടികൾക്കൊന്നും വിലയില്ലാത്ത അവസ്ഥയാണെന്ന് ഈ രാത്രി നാം ചിന്തിക്കണം. വായിച്ചൊരു കഥയാണ്. ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം. മാതാപിതാക്കൾ ഏകജാതനായ ഒറ്റമകനായ പുത്രൻ്റെ ബർത്ത്ഡേ, ജന്മദിനം ആഘോഷിക്കുകയാണ്.
ഇന്നതൊരു വലിയ സംഭവമാണ് നമ്മുടെ ഇടയിലൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ജന്മദിനാഘോഷങ്ങളും കേക്ക് മുറിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാഹചര്യം വീട്ടിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതൊക്കെ പരക്കെ ഒരു പ്രാക്ടീസായിട്ട് മാറിയിട്ടുണ്ട്, ആചാരമായി മാറിയിട്ടുണ്ട്. ധാരാളം സമ്പത്തുള്ള ഈ മാതാപിതാക്കൾ ഏക മകനായ അവരുടെ പൊന്നുമകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വീട്ടിലല്ല, നഗരത്തിലെ ഏറ്റവും മുന്തിയൊരു ബാർ ഹോട്ടലിലാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ചാർച്ചക്കാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചുകൂട്ടി ഒരു വലിയ പാർട്ടി. പല സെക്ഷനാണ്. ഒരു സെക്ഷനിൽ ക്രിസ്ത്യാനിയുടെ ആഘോഷങ്ങളിൽ പാടില്ലാത്ത പലതുമുണ്ട്. കുപ്പിയിൽ വിളമ്പുന്നത്, ലഹരിയും മദ്യവും ഒരു വശത്ത്, ബർത്ത്ഡേ പാർട്ടി ജന്മദിനാഘോഷം പൊടിപൊടിക്കുകയാണ്. മറ്റൊരു കോർണറിൽ സമൃദ്ധമായ ഭക്ഷണമാണ്, ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ആഘോഷമാണ്. മറ്റൊരു മൂലയ്ക്ക് ഡാൻസും പാട്ടും കോലാഹലവുമാണ്. മകൻ്റെ ജന്മദിനം പൊടിപൊടിക്കുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ആഘോഷ പരിപാടികൾക്കിടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ കുഞ്ഞിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇത്രയും നേരമായല്ലോ, ജന്മദിനാഘോഷങ്ങൾ, മോനെവിടാ, മകൻ എന്തിയേ? അതുവരെയും മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾ ചോദ്യം ചോദിച്ച ആളിനോട് പറഞ്ഞു, അവനിതൊന്നും ഇഷ്ടമല്ല, അവൻ ഈ ആഘോഷങ്ങളൊന്നും ഇഷ്ടമല്ല, അവൻ ഇവിടെ വന്നാൽ ഇതൊന്നും നടക്കില്ല, അവനൊരു തടസ്സമാകും, നമ്മുടെ ആഘോഷത്തിന് അതൊരു ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ട് അവനെ വീട്ടിലിരുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ, നമ്മുടെ ജീവിതാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് ചിന്തിക്കുക. മകനില്ലാതെ മകൻ്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ ക്രിസ്തുവില്ലാതെ ക്രിസ്മസ് ആഘോഷിച്ചുവോ എന്നൊരു ചോദ്യം ഞാനും നിങ്ങളും ചോദിക്കണം. നാടൻ ഭാഷയിലെ മലയാളത്തിലെ ചില പ്രയോഗങ്ങളുണ്ട്. നെയ്യില്ലാത്ത നെയ്യപ്പം, വെള്ളിയില്ലാത്ത വെള്ളിക്കോൽ. ക്രിസ്ത്യാനിയുടെ ജീവിതം ഇന്ന് അങ്ങനെയാണോ? ക്രിസ്തുവിനെ ധരിക്കാത്ത ക്രിസ്ത്യാനികളാണോ? ക്രിസ്തു എന്ന വസ്ത്രമെടുക്കാതെയാണോ നാം ജീവിക്കുന്നത് എന്ന് ചോദിക്കുവാൻ നമുക്ക് കഴിയട്ടെ. റോമാലേഖനം 13:14 ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ വർഷത്തെ ചിന്താവിഷയം തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ പിന്നിലൊരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ രാത്രിയിൽ ഈ വാക്യത്തിന് ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തിയുണ്ട്. ചരിത്രത്തിൽ അതിന് തെളിവുകളുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ കത്തോലിക്ക സഭയിലെ പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ അഗസ്തീനോസ് എന്ന് പറയുന്ന പരിശുദ്ധനെ പരിശുദ്ധനാക്കിയത് ഈ വാക്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, കൺഫെഷൻ, കുംഭസാരം എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം റോമാലേഖനം 13:14 അഗസ്റ്റിൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനം. ഒരു യുവാവായിരിക്കുന്ന കാലത്ത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ അമർന്നുപോയ അഗസ്റ്റിൻ, മദ്യം, മയക്കുമരുന്ന്, ലഹരി, മറ്റ് പലതും, ജഡമോഹങ്ങൾ, ദൈവത്തിൽ നകന്ന് പാപത്തിൽ മുഴുകി ജഡാഭിലാഷങ്ങൾക്ക് വശംവദനായി ജീവിതം നഷ്ടപ്പെടുത്തി ജീവിക്കുകയായിരുന്നു അഗസ്റ്റിൻ. പാപത്തിൻ്റെ കുഴിയിലേക്ക്, പടുകുഴിയിലേക്ക് താണുപോയ മനുഷ്യൻ ഓരോ ദിവസവും അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. മകനെ ഓർത്ത് അമ്മ കരയാത്ത ദിവസങ്ങളില്ല, രാത്രികളില്ല. മോണിക്ക കരയാത്ത ദിനങ്ങളില്ല. ദൈവമേ, ഇവനെ തിരിച്ചു തരണമേ, ഇവന് മാറ്റം കൊടുക്കണമേ, ഇവന് മാനസാന്തരം കൊടുക്കണമേ എന്ന് അമ്മ നിലവിളിച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മകൻ അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് ഓരോ ദിവസവും കുപ്പുകുത്തി വീഴുകയായിരുന്നു. അത് അവനെയും വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ചെളിക്കുഴിയിൽ നിന്ന് കരകയറണമെന്നാണ് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സാധിക്കുന്നില്ല. ജഡമോഹങ്ങൾക്ക് ഒന്നൊന്നായി അവൻ അടിപ്പെട്ടുകൊണ്ടിരുന്നു. മദ്യവും ജഡമോഹങ്ങളും അവന് കാർന്ന് തിന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇറ്റലിയിലെ മിലാൻ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു ഉദ്യാനത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ്. മനസ്സ് മുഴുവൻ പ്രയാസങ്ങളാണ്, ആകുലതകളാണ്, സംശയങ്ങളാണ്, ഡിപ്രഷനാണ്.
ആത്മഹത്യക്ക് പോലും ചിന്തിച്ചു. ഇതെന്തൊരു ജീവിതം, എന്തുകൊണ്ട് എനിക്ക് മാറ്റമുണ്ടാകുന്നില്ല, ഞാൻ അധപ്പതിച്ചു പോകുന്നുവല്ലോ, വീണു പോകുന്നുവല്ലോ, പാപത്തിലാണല്ലോ ഞാൻ, എന്തുകൊണ്ട് ദൈവം എന്നെ കരയേറ്റുന്നില്ല എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിലുണ്ടായി. മിലാനിലെ ഉദ്യാനത്തിൽ കൂടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരതുകയാണ്. മനസ്സ് നീറുകയാണ്, നൊമ്പരപ്പെടുകയാണ്, ആകുലത കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, സംശയങ്ങൾ കൊണ്ട്, ചോദ്യങ്ങൾ കൊണ്ട്. പെട്ടെന്ന് അവനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരശരീരി, ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് വരികയാണ്. അവൻ ഞെട്ടിപ്പോയി ആ ശബ്ദം കേട്ടിട്ട്. ശബ്ദം ഇതായിരുന്നു: ടേക്ക് അപ്പ് ആൻഡ് റീഡ്, എടുത്തു വായിക്കുക. അവൻ്റെ കയ്യിൽ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, സ്വർഗത്തിലെ ശബ്ദമാണ്. ജീവിതം തകർന്നുപോയി എന്നുള്ള ആകുലതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അഗസ്റ്റിനോട് ദൈവത്തിൻ്റെ ശബ്ദം എടുത്തു വായിക്കുക. അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കൂട്ടുകാരൻ ഇരുന്ന ബെഞ്ചിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമുണ്ടായിരുന്നു. ആ ബെഞ്ചിലിരുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളാകുന്ന സമാഹാരം എന്ന പുസ്തകത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ പരതി. എടുത്തു വായിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അഗസ്റ്റിൻ അങ്ങോട്ട് നടന്നു. ആ പുസ്തകമെടുത്ത് തുറന്നപ്പോൾ ലഭിച്ചത് റോമാലേഖനം 13-ാം അധ്യായം. അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം: യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. പിന്നെ പുറകിലത്തെ 2 വാക്യങ്ങൾ കൂടി അദ്ദേഹം വായിച്ചു. 11, 12, 13 ആ വാക്യങ്ങളാണ് ആമുഖമായി ഞാനിവിടെ വായിച്ചത്. 12-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നതെല്ലാം, പ്രത്യേകിച്ച് 13-ാമത്തെ വാക്യം, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഏറ്റുമുട്ടി. പകൽ സമയത്തെന്നതുപോലെ നാം മര്യാദയായി നടക്കണം. വെറിക്കൂത്തുകളിലും മദ്യലഹരിയിലും അശുദ്ധ ശയനത്തിലും അസൂയയിലും തർക്കത്തിലുമല്ല. പിന്നെയോ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിനെ ധരിച്ചുകൊള്ളുക. അത് വായിച്ചപ്പോൾ അദ്ദേഹം സ്തബ്ധനായി. അന്നുവരെ അഗസ്റ്റിൻ നടന്ന വഴികൾ, വെറിക്കൂത്ത്, മദ്യലഹരി, അശുദ്ധ ശയനം, അസൂയ, തർക്കം, ആ വഴികളിൽ നടന്ന് ജീവിതം തകർന്നുപോയ മനുഷ്യൻ എടുത്തു വായിക്കുക എന്നുള്ള ശബ്ദം കേട്ട് വായിച്ചപ്പോൾ തൻ്റെ ജീവിതമാണ് ആ വരികളിൽ, ആ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കണ്ടത്. 14-ാമത്തെ വാക്യം അതുകൊണ്ട് അഗസ്റ്റിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു. ആ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്: നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ ധരിക്കണം. പിന്നെ അഗസ്റ്റിൻ ഒന്നും ആലോചിച്ചില്ല. അതുവരെ ക്രൂര ദുഃഖഭാവമുണ്ടായിരുന്ന മുഖം മന്ദസ്മിതത്തിന്, പുഞ്ചിരിക്ക് വഴിമാറി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് മന്ദസ്മിതമായി പുഞ്ചിരി തൂകി അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു: God has spoken to Augustine through his word. ദൈവം അഗസ്റ്റിനോട് അവൻ്റെ വചനത്തിൽ കൂടി സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗസ്റ്റിൻ പറഞ്ഞതാണ്, God has spoken to Augustine through his word. അഗസ്റ്റിനോട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, He has found me. അവൻ എന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. He has found me. അവൻ എന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതേ വിഷയം, അതേ വാക്യം പുത്തൻകുരിശ് കൺവെൻഷൻ്റെ പന്തലിൽ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ധ്യാനിക്കുമ്പോൾ അഗസ്റ്റിനെ സെൻ്റ് അഗസ്റ്റിനാക്കിയ, പാപിയായ അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. ഈ പന്തലിൽ നിന്ന് ഞാനും നിങ്ങളും മടങ്ങിപ്പോകുമ്പോൾ വന്നതുപോലെ തിരിച്ചു പോകുവാൻ ഇടവരരുത്. അഗസ്റ്റിനെ മാറ്റിയെടുത്ത ദൈവം, പാവിയെ വിശുദ്ധനാക്കിയ ദൈവം, റോമാലേഖനം 13-14 കൂടി അഗസ്റ്റിൻ എന്ന പാപിയെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയ ദൈവത്തിൻ്റെ വചനം ഇന്ന് എന്നെയും നിങ്ങളെയും വിശുദ്ധരാക്കണം. മുമ്പ് വായിച്ച അഗസ്റ്റിൻ കടന്നുപോയ ആ വഴികൾ എൻ്റെയും നിങ്ങളുടെയും വഴികളായിരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴുമാണെങ്കിൽ ആ വഴികളാകുന്ന ഉടുപ്പിനെ, ആ വഴികളാകുന്ന പാപത്തിൻ്റെ വഴികളാകുന്ന ആ വസ്ത്രത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തു എന്ന വസ്ത്രത്തെ ഞാനും നിങ്ങളും ധരിക്കണം. ദൈവം ഈ രാത്രി നമ്മോട് ഇടപെടട്ടെ. ഉദ്യാനത്തിലെ
അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവം, ഈ പന്തലിലെ മാനസാന്തരത്തിൻ്റെ അനുഭവമായി ഇന്ന് രാത്രി ദൈവം മാറ്റിയെടുക്കട്ടെ. ഈ രാത്രി ഈ വചനം എന്നോടും നിങ്ങളോടും സംവേദിക്കണം, ഇടപെടണം. പാപിയെ വിശുദ്ധനാക്കിയ ദൈവത്തിൻ്റെ വചനം ഈ പന്തലിലിരിക്കുന്ന പാപികളായ നമ്മളെ വിശുദ്ധരാക്കണം. പാപത്തിൻ്റെ വസ്ത്രത്തെ നമുക്ക് ഉരിഞ്ഞു കളയാം, ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം. നമ്മുടെ ജീവിതത്തെ ഒരു ആത്മീയ പരിശോധനയ്ക്ക്, ഒരു സ്പിരിച്വൽ ഓഡിറ്റിന് വിധേയമാക്കാം. ഏത് വസ്ത്രം ധരിച്ചാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്? സാത്താൻ്റെ പാപത്തിൻ്റെ വസ്ത്രമോ അതോ ക്രിസ്തുവിൻ്റെ വസ്ത്രമോ? ക്രിസ്തുവിനെ ധരിക്കാത്തവർ നഗ്നരാണ്. പാപത്തിൻ്റെ മാർഗത്തിൽ കൂടി ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ വസ്ത്രത്തിൽ ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ, അത് കഴുകിയെടുക്കുവാനുള്ള സുവർണ അവസരമായി ഈ കൺവെൻഷൻ പന്തലിനെ, ഈ വേദിയെ, ഈ സുവിശേഷ പ്രഘോഷണത്തെയും ശ്രവണത്തെയും നമുക്ക് ഉപയോഗിക്കാം. യേശുക്രിസ്തുവിനെ ധരിച്ചു